ഇന്ത്യൻ ക്രിക്കറ്റിനെ ആകെ പിടിച്ചുലച്ചുകൊണ്ട് ലോക ചാമ്പ്യന്മാരായ ടീം ഇന്ത്യക്ക് വൻ അഴിച്ചുപണികൾ വേണമെന്ന കടുത്ത ആവശ്യവുമായി മുൻ ഇംഗ്ലണ്ട് നായകൻ നാസർ ഹുസൈൻ ഇപ്പോൾ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിലെ 0-4 നാണംകെട്ട തകർച്ചയ്ക്കും ലോക T20 റാങ്കിങ്ങിലെ 1-ാം നമ്പർ സ്ഥാനം നഷ്ടമായതിനു പിന്നാലെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിനെ പോലും പ്രതിരോധത്തിലാക്കുന്ന ഈ ശക്തമായ പ്രതികരണങ്ങൾ പുറത്തുവരുന്നത്. നിലവിലെ താൽക്കാലിക ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് കീഴിൽ ഇന്ത്യ തുടർച്ചയായ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന പശ്ചാത്തലത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് താരവും മലയാളി ക്രിക്കറ്ററുമായ സഞ്ജുവിനെ ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റൻ ആക്കണമെന്നാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന തികച്ചും വിപ്ലവകരവും അത്ഭുതപ്പെടുത്തുന്നതുമായ ഒരു നിർദ്ദേശം. കളിക്കളത്തിൽ തന്ത്രങ്ങൾ മെനയുന്നതിലും കളി നിയന്ത്രിക്കുന്നതിലുമുള്ള സഞ്ജുവിന്റെ അസാധാരണമായ ശാന്തതയെ മുൻ ഇന്ത്യൻ ഇതിഹാസ നായകനും ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളുമായ MS ധോണിയോടാണ് മുൻ ഇംഗ്ലണ്ട് നായകൻ ഉപമിച്ചിരിക്കുന്നതെന്നത് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. തുടർച്ചയായ തോൽവികൾ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും അതുകൊണ്ട് മാത്രം ഇന്ത്യ ഒരു മോശം T20 ടീമായി മാറുന്നില്ലെന്നും ഇംഗ്ലണ്ടിനെതിരെ വളരെ മോശം ഒരു പരമ്പര കളിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. എന്നാൽ വരാനിരിക്കുന്ന വലിയ ടൂർണമെന്റുകൾക്ക് മുൻപായി BCCI ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണെങ്കിൽ ടീം ഇന്ത്യക്ക് ശക്തമായി തന്നെ വിജയവഴിയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി മികവിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് നാസർ ഹുസൈൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ തരംഗമാവുകയാണ്. നിലവിൽ ഇന്ത്യ ഒരു മോശം T20 ടീമാണെന്ന് ഞാൻ ഒരു കാരണവശാലും കരുതുന്നില്ല. അവർ ഇംഗ്ലണ്ടിനെതിരെ തികച്ചും മോശം ഒരു പരമ്പര കളിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ. സഞ്ജുവിനെ ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനാക്കുക, അങ്ങനെയെങ്കിൽ എല്ലാം വീണ്ടും പഴയപടി നല്ല രീതിയിലാകും എന്നായിരുന്നു നാസർ ഹുസൈന്റെ വിട്ടുവീഴ്ചയില്ലാത്ത വാക്കുകൾ. ആഭ്യന്തര ക്രിക്കറ്റിലും IPLലുമെല്ലാം കളി മെനയാൻ മികച്ച പരിചയസമ്പത്തുള്ള സഞ്ജുവിനെ ദേശീയ ടീമിന്റെ മാനേജ്മെന്റും സെലക്ടർമാരും തുടർച്ചയായി തഴയുന്നതിനിടയിലാണ് ഒരു വിദേശ മുൻ താരം തന്നെ BCCIക്ക് മുന്നിൽ ഇത്തരമൊരു വമ്പൻ ഉപദേശവുമായി എത്തിയിരിക്കുന്നു എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ നാണംകെട്ട പരമ്പര പരാജയത്തിന്റെ ആഴം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഇംഗ്ലണ്ടിനെതിരെ നടന്ന അവസാന T20 മത്സരത്തിന്റെ ഫലം. അവസാന മത്സരത്തിനും 56 റൺസിന്റെ കനത്ത തോൽവി ഏറ്റുവാങ്ങിയതോടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പരമ്പര പരാജയ ഭാരവുമായാണ് ഇന്ത്യൻ ടീം ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നും മടങ്ങുന്നത്. 5 മത്സരങ്ങൾ ഉൾപ്പെട്ടിരുന്ന ഈ വലിയ പരമ്പര 0-4 എന്ന സ്കോറിലാണ് ആതിഥേയരായ ഇംഗ്ലണ്ട് പൂർണ്ണമായും സ്വന്തമാക്കിയത്. അവസാന മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബോളിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യൻ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ തീരുമാനങ്ങളെല്ലാം പൂർണ്ണമായും തെറ്റിച്ചുകൊണ്ടാണ് ഇംഗ്ലീഷ് ബാറ്റർമാർ മൈതാനത്ത് ആഞ്ഞടിച്ചത്. ഇന്ത്യൻ ബൗളർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ചുകൊണ്ട് നിശ്ചിത 20 ഓവറിൽ 257 റൺസിന് 3 വിക്കറ്റ് എന്ന കൂറ്റൻ സ്കോറാണ് ഇംഗ്ലണ്ട് ബോർഡിൽ പടുത്തുയർത്തിയത്. ഇന്ത്യൻ ബോളർമാർക്കെല്ലാം ഇംഗ്ലീഷ് മണ്ണിൽ വിക്കറ്റുകൾ കണ്ടെത്താനാകാതെയും റൺസ് വഴങ്ങിയും വലിയ രീതിയിൽ പതറേണ്ടി വന്നു. 258 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം പിന്തുടർന്ന് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചടികൾ നേരിട്ടെങ്കിലും മധ്യനിരയിൽ ചില പോരാട്ട വീര്യങ്ങൾ കാണാൻ കഴിഞ്ഞിരുന്നു. ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷൻ 56 റൺസും യുവതാരം തിലക് വർമ്മ 53 റൺസും നേടി അർദ്ധ സെഞ്ചുറികളുമായി പൊരുതി നോക്കിയെങ്കിലും ഇന്ത്യയെ വിജയതീരത്തെത്തിക്കാൻ അതൊന്നും ഒട്ടും പര്യാപ്തമായിരുന്നില്ല. ഒടുവിൽ ലക്ഷ്യത്തിന് 56 റൺസ് അകലെ ഇന്ത്യൻ ഇന്നിംഗ്സ് അവസാനിക്കുകയായിരുന്നു. തുടർച്ചയായി തോൽവികളും ക്യാപ്റ്റൻസിയിലെ കടുത്ത പാളിച്ചകളും ഇന്ത്യൻ ടീമിനുള്ളിൽ ഇപ്പോൾ വലിയ ആഭ്യന്തര തർക്കങ്ങൾക്കും ചർച്ചകൾക്കും വഴി തുറന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ക്യാപ്റ്റൻസി മാറ്റം ഉൾപ്പെടെയുള്ള നിർണായകമായ അഴിച്ചുപണികൾക്കും കടുത്ത തീരുമാനങ്ങൾക്കും BCCI മുതിരുമോ എന്നാണ് ക്രിക്കറ്റ് ലോകം ഇപ്പോൾ അതീവമായി ഉറ്റുനോക്കുന്നത്.